ഹായ്, കുറെ കാലമായി ഞാൻ സിനിമ റിവ്യൂ ഒന്നും ചെയ്യാത്തത്. സിനിമ അങ്ങനെ റിവ്യൂ ചെയ്യാൻ പറ്റിയ നല്ല സിനിമകളൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കണ്ടത് ഒരു മദ്രാസ്കാരൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷൈനികത്തിന്റെ പടമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ പറയാനായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല, അങ്ങനത്തെ ഒരു പടമായിരുന്നു. പിന്നെ അതെവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു മറ്റൊരു വീഡിയോ ചെയ്ത സമയത്ത്. അപ്പം എനിക്ക് ഇപ്പൊ പറയാനായിട്ട് മലയാളത്തിൽ നിന്ന് നല്ലൊരു പടം കണ്ടു. പടം മറ്റൊന്നുമല്ല, നമ്മളെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന കുഞ്ചാക്കോ ബോബന്റെ സിനിമയാണ്. കുഞ്ചാക്കോ ബോബൻ, ഈ പ്രിയാമണി തുടങ്ങിയവർക്ക് അഭിനയിച്ച ആ സംവിധായകന്റെ പേര് എനിക്ക് വിട്ടുപോയി, നിങ്ങൾ നോക്കിയെടുത്തോ. കാരണം അതിൽ അഭിനയിച്ച ഒരുപാട് ആൾക്കാരുടെ പേര് എനിക്ക് വിട്ടുപോയിട്ടുണ്ട്. നമ്മളെ കുപ്പി എന്ന് പറഞ്ഞിട്ട് പുള്ളി, നമ്മളെ പഴയ ആനന്ദം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച കുപ്പി, പുള്ളിയും ഒരു ഗ്യാങ് ഉണ്ട്, വില്ലൻ ഗ്യാങ്. അവരുടെയൊക്കെ പ്രകടനം എന്ന് പറഞ്ഞാൽ വളരെ അത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുഞ്ചാക്കോ ബോബൻ, പിന്നെ പ്രിയാമണി, അവരുടെ ഒരു ഇളയ കുട്ടിയായിട്ട് അഭിനയിച്ചത്. ഞാൻ വിളിച്ചു കുട്ടിക്കുള്ള ചെറിയ റോളായിരുന്നു, പക്ഷെ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റുന്ന, കാണേണ്ട ഒരു സിനിമയാണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. 2 മണിക്കൂർ 8 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം പറയുന്നത്. പക്ഷെ പടം വളരെ എൻഗേജ് ചെയ്യിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. എന്താ പറയണ്ടേ, പിന്നെ ഒരു സസ്പെൻസ് ത്രില്ലർ അല്ലെങ്കിൽ ക്രൈം ത്രില്ലർ, പിന്നെ പോലീസ് സ്റ്റോറി, ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. കണ്ടിരിക്കേണ്ടുന്ന ഒരു പടമാണ്, അങ്ങനെ പറയുന്നത്. അപ്പം എന്ത് വന്നാലും കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ പറയണ്ടത്, നമുക്ക് പിന്നെ ഫസ്റ്റ് തന്നെ ഒരു റൂഡായിട്ടുള്ള ഒരു പോലീസ് ക്യാരക്ടറാണ് എന്ന്. കാരണം സ്ത്രീകളെ പോലും ആക്രമിക്കുന്ന അങ്ങനത്തെ ഒരു പിന്നെ പോലീസുകാരൻ, അയാൾ എന്തുകൊണ്ടാണ് പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇനി അങ്ങനെ ചെയ്തത് കൊണ്ട് അയാൾക്കുണ്ടായ ബെനിഫിറ്റ്, അതായത് ക്ലൈമാക്സ് എത്തുമ്പോൾ പിന്നെ ആ ഓപ്പോസിറ്റിലെ ഗ്യാങ്ങിലുള്ളവരെയും എല്ലാരെയും ഉപദ്രവിക്കാൻ അയാൾ ഒറ്റക്ക് മതി, അല്ലെങ്കിൽ ആക്രമിക്കുമ്പോൾ തടുക്കാൻ വേണ്ടി അയാൾ ഒറ്റക്ക് മതി എന്നുള്ളതൊക്കെ അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ അയാൾ എന്തുകൊണ്ട് അങ്ങനെ ആയി എന്നുള്ള ബാക്ക് സ്റ്റോറികളൊക്കെ. അതുമാത്രമല്ല, ഈ പറയുന്ന മെയിൻ പിന്നെ പ്രശ്നങ്ങള് നമ്മൾ വിചാരിക്കും ഇത് ഈ പോലീസുകാരനായതുകൊണ്ട് ഇയാൾക്കെതിരെ വരുന്നതാണെന്ന്. പക്ഷെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗത്തിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് അങ്ങനെയല്ല വന്നിട്ടുള്ളത്. ആ കഥയിലേക്ക് എത്തിയത്, അതായത് നമ്മൾ ആദ്യം കാണുന്ന സംഭവത്തിന് ആ ബാക്ക് സ്റ്റോറിയിൽ എത്തുമ്പോൾ ഇവരെല്ലാരും ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടാണ് ഇതിന് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആ ഒരു ഇത് നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നും. കാരണം നമ്മൾ എവിടെയും ആ സാധനം പ്രതീക്ഷിക്കുന്നില്ല. ഇവര് ഇങ്ങനത്തെ ഒരു ഗ്യാങ് ആയതുകൊണ്ട് കൊല്ലുന്നു എന്നുള്ളത് മാത്രമേ, കാരണം അങ്ങനെ ആയിരിക്കും എന്നുള്ളത് മാത്രമേ നമ്മൾ വിചാരിക്കും. പക്ഷെ ബാക്ക് സ്റ്റോറിയിൽ ഇങ്ങനെ ഒരു കഥയുണ്ട് എന്നൊക്കെ വരുമ്പോൾ അത് ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ആ ഡാൻസുകാരനായിട്ടുള്ള അയാള്, നമ്മളെ റൈഫിൾ ക്ലബിൽ അഭിനയിച്ചിട്ടുള്ള ഡാൻസുകാരനായിട്ടുണ്ടായ അവനൊക്കെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ആനന്ദത്തിലെ കുപ്പി എന്ന് പറയുന്ന ക്യാരക്ടർ, എല്ലാവർക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു സിനിമ, അല്ലെങ്കിൽ നല്ലൊരു ക്രൈം ത്രില്ലർ, സസ്പെൻസ് ത്രില്ലർ, പിന്നെ പോലീസ് സ്റ്റോറി ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അടുത്തുള്ള തിയേറ്ററിൽ ഉണ്ടെങ്കിൽ പോയി കാണാം എന്നാണ് എനിക്ക് പറയാനുള്ളത്.